ഗായ്സ് അതറിയാതെ ഒന്ന് ബാക്കായിട്ടുണ്ട്. ബ്രിഡ്ജെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നതായിട്ടുണ്ട്. നമുക്കിപ്പോൾ വീണ്ടും ഒരു സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ കൂടി കളിക്കാനുള്ള ഓപ്ഷനും കൂടി വന്നിട്ട് നോക്കാം. അത്ര വലിയതൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുതിയത് വീണ്ടും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. കോപ്പ അമേരിക്ക വീണ്ടും വന്നുകൊണ്ടേയിരിക്കുക. നമുക്ക് ഇങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു. ബ്രസീലും മൊറോക്കോ നാളെ പുലർച്ചയുണ്ടല്ലോ. ഞാൻ ബ്രസീൽ കൊടുത്തു. നെയ്മറിന് ഇഞ്ചുറി ആയിരുന്നു. നെയ്മർ കളിക്കില്ല എന്നാണ് ഗൈസ് പറയുന്നത്. ദുഃഖത്തുള്ള ഒരിതാണ്. എന്താണ്ട് ഏതാ ഞാൻ കൊടുത്ത് അതാ ബ്രസീലിന് നെയ്മറില്ലേ. നെയ്മറില്ലാണ്ട് കളിക്കില്ല. ഇത്രയും പേര് ബ്രസീലിലുണ്ട്. നമ്മൾക്ക് ബ്രസീൽ ഉണ്ടായിട്ട് എന്താ പറയുക, ഞാൻ കാര്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള പ്ലെയർ ആരാ? സത്യം പറയണ്ട, സത്യം മാത്രം പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞു, സത്യം മാത്രം പറഞ്ഞാൽ മതി. സത്യം പറയണം. ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ്? കഴിഞ്ഞില്ല വരയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇഞ്ചറി കളിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ കൊളസ്ട്രോളുണ്ട്. കളിക്കാം നമുക്ക്. നിങ്ങൾ ബ്രസീൽ എടുക്കുക, ഏതെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത ബോൾ 1 പോയിൻ്റ് മതി. അതേ നമുക്ക് എടുക്കാൻ അതേപോലെയാണ്. പിന്നെ ഒരു ദിവസം 24 മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. പിന്നൊന്നും വന്നിട്ടില്ല. പിന്നെ നാളെ ഞായറാഴ്ച അപ്പം മറ്റന്നാൾ വേണ്ട നമ്മളിത് വരും. എൻ്റെ അക്കൗണ്ട് നെയിം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരൊറ്റ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു. 1 മിനിറ്റ്. ഞാൻ എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 24. ഈ ഒരു പേരായിരിക്കും കാണും. ഈ ഒരു നമ്പർ 24. ഇതെങ്ങനെ വന്നു? ഇപ്പം എൻ്റെ ലക്കി നമ്പറാണ് ഈ 24. കാരണം ഞാൻ കാണിച്ചു തരാം. എന്താണ് ഈ ഒരു ഫോട്ടോ ഇതുണ്ടോ? ഇതേ ഒരു ഫോട്ടോ കണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ ഫ്രീ ഫയറിന് എൻ്റെ കൂടെ അത് ഞാനാണ്. ഇതെൻ്റെ കൂട്ടുകാരൻ ആദർശാണ്. ഇത് അശ്വനാണ്. ഇത് ആദിത്യൻ. അങ്ങനെ 4 പേരാണ് ടീംസ്. 4 പേര് കളിക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം എടുത്തത് 24 എന്ന നമ്പറാണ്. അതങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുമ്പോൾ നമുക്കൊരു പേര് കൊടുക്കണം. ഒരു പേര് ഇപ്പോൾ ഞാൻ അടിച്ചു ജിഷ്ണുരാജ്. എൻ്റെ പേര് ജിഷ്ണുരാജ്. അപ്പോൾ അതടിച്ചു. പിന്നെ 20 ഇന്നത്തെ അന്നത്തെ ഡേറ്റ് 23 അപ്പോൾ 23 എന്നാക്കി ഇട്ട് ഒരു ദിവസം അതൊക്കെ ആക്കി. പിറ്റേ ദിവസം രാവിലെ അടിച്ചു നോക്കണം. ഞാൻ നോക്കി കുറച്ച് നേരം നോക്കുമ്പോഴേക്കും മറ്റേ നെയിം കാർഡ്. അപ്പോൾ എനിക്ക് നെയിം കാർഡാണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഫ്രീ ഫയറാണ് കളിക്കുമായിരുന്നു. പക്ഷെ എന്നിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഫ്രീ ഫയർ നെയിം കാർഡായിരുന്നു. ആ നെയിം കാർഡ് വെച്ചിട്ട് 24 23 കഴിഞ്ഞ് കഴിഞ്ഞാൽ 24. അപ്പോൾ അങ്ങനെ 24 കിട്ടും. 24 പറയുമ്പോൾ അതിൻ്റെ ഒരു ഞങ്ങളുടെ ലക്കി നമ്പറായി മാറി. മനസ്സിലായോ? അങ്ങനെ 24-ാം തീയതി ഇട്ടു. ലക്കി നമ്പറായി. അങ്ങനെയാണ് ഈ 24. അതായത് ഫ്രീ ഫയറിനുണ്ടായ ഒരു പേരാണ് 24. അതിപ്പോൾ എവിടെ നോക്കിയാലും 24 ആണ്. നമ്മൾ 24 വാർത്താന്ന് പറയില്ല. അതുപോലെ ഇതാണ് ഞങ്ങളുടെ സ്കോഡ്. എന്നാണ് ഉമ്മാൻ്റെ പേരുകൾ. എൻ്റെ UID ഇതാണ്. നമുക്ക് ഫ്രീ ഫയർ കളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അടുത്ത് വേണമെങ്കിൽ ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇടാം. ആണെങ്കിൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി.
എന്തോ ഇത് കാണുമ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ. ഇത്രയപ്പോൾ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്കൊരു അക്കൗണ്ട് വേണ്ടി ഞാൻ ഗീവ് അവേ നടത്തിയിട്ടുണ്ട്. പിന്നെ മറ്റേ അക്കൗണ്ട് ഇല്ലേ, ബ്രസീലിയൻ റീജിയൻ്റെ അക്കൗണ്ട് ഞാൻ ഗീവ് അവേ തരാൻ പോകുന്നു. നമുക്ക് കാണിച്ചു തരാം. വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ. വേണ്ടവർ എനിക്ക് ഇതൊരിക്കലും ഞാൻ കറക്കില്ല. ഇങ്ങനത്തെ ഞാൻ മനുഷ്യന് ബുദ്ധിയുള്ളവർ കറക്കും. ബുദ്ധിയുള്ളവർ എടുക്കുമോ? ബുദ്ധിയുള്ള ഒരാൾ ഇങ്ങനത്തെ ഈ ഒരു പാക്കാണ് ചോദിക്കും. ബുദ്ധിയുള്ള ഒരാൾ വിവരം വിദ്യാഭ്യാസം ഒരു 5ാം ക്ലാസ് വരെ പഠിക്കുമെങ്കിലും തടുക്കും. 2 ലക്ഷത്തിൻ്റെ ചെയ്യുന്നത് ജൂലൈയിലാണ്. ജൂൺ തൊട്ടിട്ട് കഴിയണത് ജൂലൈയിലാണ്. അത് വേറെ ഉണ്ടാവും. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. എങ്ങനെ പേടിയാണെങ്കിലും പറയാം. സംഭവം കമൻ്റ് ഇടാൻ ചിലവർക്ക് പ്രയാസമുണ്ട്. ഈ അടുത്ത വീഡിയോ തൊട്ട് ഞാൻ ഒക്കെ ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരാം. കറക്റ്റ് ചെയ്ത് തരാം. റെഡിയുണ്ടാവും. നല്ല വേക്കായോ. അടുത്തതും ഈ ഒരു ബാഗ് ഇവനെ എടുക്കും എന്നാണ് ചോദ്യം. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. തൊട്ടു ഇപ്പം നേരെ രജിസ്റ്ററിലേക്ക് പോയി. അതായത് നമ്മുടെ ഇൻ്റർനെറ്റോ ക്രോമോ ഗൂഗിളോ ഇതിലേതെങ്കിലും ഒന്നതേക്ക് പോകും. നേരെ എങ്ങനെയായിരിക്കും പോവുക. പോയി പിന്നെ ഓട്ടോമാറ്റിക്കലി അവരൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ടൊന്നൊക്കെ അവിടെയൊക്കെ ചെയ്തു. ഒക്കെ ഒന്ന് അവർ പരിചയപ്പെട്ടു. ആരാണ് എന്താ പേരൊക്കെ അറിഞ്ഞു. ഒക്കെ അറിഞ്ഞു. പക്ഷേ ഇതിപ്പം എൻ്റെ അക്കൗണ്ടല്ല. ലോഗൗട്ട്. ഇനി സൈൻ ചെയ്യും. ഇനിയാണ് സൈൻ ചെയ്യേണ്ടത്. ഇപ്പം അത് ഇത്രയും നേരം എൻ്റെ അക്കൗണ്ടായിരുന്നു. ഇത് എൻ്റെ ബ്രസീലിയൻ റീജിയൻ്റെ അക്കൗണ്ടാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. കൊടുക്കാം. ഇപ്പം നേരെ ഇങ്ങനെയായിരിക്കും കാണും. പിന്നെ കറക്റ്റാണ്. ഹോം ബുക്ക് മാർക്കറ്റ് കൊടുത്തു. ഇത് കൊടുക്കാം. ഹായ് കൊടുക്കാം. ഇത് കൊടുക്കുക. കാണാൻ പറ്റും ഇതൊക്കെയാണ് എൻ്റെ പേര്. നോട്ട് ലിങ്ക് ഇതൊക്കെ കണ്ടു. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. അല്ല, അതെങ്ങനെ എടുക്കേണ്ടത് എനിക്കിപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല. അത് തലോ ചെന്നാൽ പോലും കിട്ടത്തില്ല എന്നാണ് പലവർ പറയുന്നത്. ബട്ട് നമ്മളെങ്ങനെയെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യൂസ് പോയിൻറ്റ്സ് യൂസ് എന്നാണ്. ഞാൻ ഇതോട് കൊടുക്കാം. യൂസ് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. വെബ്സൈറ്റ് ഞാൻ ചെയ്തൊരു മണ്ടത്തരം. സത്യം പറയാം, മണ്ടത്തരമാണ് സത്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയനില്ല നമ്മുടെ, അവൻ ജസ്റ്റ് ഒന്ന് പോയി മാറ്റി. നമ്മുടെ എല്ലാവരുടെയും ഇതായിരിക്കുമല്ലോ, ഇന്ത്യ ഇതായിരിക്കും. നമുക്ക് അതുകൊണ്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഇന്ത്യ ആയിരിക്കും. വെബ്സൈറ്റിൻ്റെ പോയിട്ട് ഞാൻ ബ്രസീൽ കൊടുത്തു. ഗെയിമിലോ ഇന്ത്യയും. അപ്പോൾ എനിക്ക് പണി കിട്ടി. കാണിച്ചു തരാം. ഇതാണ് കാണിക്കുന്നത്. ആൻഡ്രോയിഡ് കണ്ടോ? എനിക്ക് കോയിൻ ക്ലെയിം ചെയ്യാൻ പറ്റണില്ല. കണ്ടോ? ഒരു സാധനം എനിക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ. അങ്ങനെയായി. ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ഇപ്പോൾ ബ്രസീലിലേക്കില്ലേ, ബ്രസീൽ എടുത്താലോ? ബ്രസീൽ എടുത്തു കേട്ടോ. വായിക്കാം, കാണിച്ചു തരാം. ഇപ്പം ഞാൻ ബ്രസീലെടുത്തു. ബ്രസീലെടുത്ത് മാറ്റിയതും ബ്രസീലെങ്കിലും വരണമല്ലോ. തോന്നണം. എന്നിട്ട് കൊടുക്കണം. ഇതിപ്പോഴത്തെ എൻ്റെ അക്കൗണ്ട്, മുന്നത്തെ അക്കൗണ്ട്.
ഇനി ഇപ്പോൾ തുടങ്ങാൻ പോണ അക്കൗണ്ട്, അതായത് ബ്രസീൽ റീജിയനിലുള്ള അക്കൗണ്ട്. ഇനി ഇത് കൊടുത്തിട്ട് പാസ്വേഡ് ചോദിക്കുമ്പോൾ ഒരു പാസ്വേഡ് പറയണത്, അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്തു. ഐഷ്, സോറി ഗൈസ്, മൈ മിസ്റ്റേക്ക്. ഇത് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പതേ വന്നവർ തൊട്ടാണ് കൊടുത്തു. വന്നു. അപ്പോൾ വേറെ ഇതിന് അവിടേക്ക് കയറി. അപ്പം ഇങ്ങനെ കാണുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇപ്പോൾ വരും കാണിച്ചു. എന്താ നമ്മളിവിടെ ഞാൻ ആൻഡ്രോയിഡ് കൊടുക്കണം. നമ്മുടെ ഫോൺ ഏതാണ്, ആൻഡ്രോയിഡ് iOS ആണോ? ആൻഡ്രോയിഡ് കൊടുത്തില്ലേ? അപ്പോഴും ഇവിടെ കാണിക്കണം ഇങ്ങനെയാണ്. അപ്പോൾ ആഴ്ച തിങ്കളാഴ്ച വരുന്ന എനിക്ക് 10 കോയിൻ. ഇപ്പോൾ ഒരു ആഴ്ചയിൽ ഇപ്പോൾ 40 കോയിൻ, ഒരു മാസത്തിൽ 40 കോയിൻ കിട്ടുന്നുണ്ട്. ലിമിറ്റഡ് വീക്ക് ആഴ്ചയിൽ വരും. അങ്ങനെ ഒരു മാസം 40 കോയിൻ വയ്ക്കും. അങ്ങനെ എനിക്ക് 12 മാസം പോകും. അപ്പം 40 × 12 പറയുമ്പോൾ എത്രയാണ്? നമുക്കപ്പോൾ കണക്ക് ചെയ്ത് നോക്കാം. എത്രയാണ്? 40 × 12, 480 കോയിൻ, അതായത് 500 കോയിനോളം അടുത്ത് എൻ്റെ പോകും, ഇഷ്ടപ്പെടും. 13 മാസം മേറിപ്പോയി എടുക്കും. അത് ശരിക്കും വരുമ്പോൾ 500 കോയിനോളം എടുക്കുന്നുണ്ട്. അത്രയും കോയിൻ തന്നെ വയ്ക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടൊരു ഇതാണ്ടോ, നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതായത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു 50,000 വാങ്ങിച്ചു, അമ്മേൻ്റെ കയ്യിൽ നിന്ന് 50,000 വാങ്ങിച്ചു. ടോട്ടൽ എത്രയായി? 1,00,000 ആയി. അപ്പോൾ ഞാൻ പോയിട്ട് ഫോൺ വാങ്ങിച്ചു. ഫോണിന് 97,000 റുപ്യ. ബാക്കി 3,000 ഉണ്ട്. കണ്ടില്ല? ആ 3,000 അച്ഛന് കൊടുത്തു, 1,000 അച്ഛന് കൊടുത്തു, 1,000 അമ്മയ്ക്കും കൊടുത്തു, 1,000 ഞാനും കൊടുത്തു. ആയില്ലേ? എൻ്റെ കയ്യിലും 1,000 ഉണ്ട്, അച്ഛനും കൊടുത്തു, അമ്മയ്ക്കും കൊടുത്തു. പിന്നെ അച്ഛന് കൊടുക്കേണ്ടായിരുന്നത് 50,000 ആയിരുന്നു. അപ്പോൾ അച്ഛന് ഇപ്പോൾ 1,000 കൊടുത്തു, അപ്പോൾ 49,000. അമ്മയ്ക്കും അതേപോലെ 50,000 കൊടുക്കണമായിരുന്നു, മൈനസ് ചെയ്തു, 1,000 രൂപ കഴിച്ചു കൊടുത്തപ്പോൾ രണ്ടാൾക്കും അപ്പോൾ 49,000 കൊടുക്കണം. 49,000 രൂപ കൊടുക്കണം. അപ്പോൾ 49 പ്ലസ് 49, 249. വീട്ടിൽ തന്നപ്പോഴാണല്ലോ എനിക്കിതായത്. 49 ആയില്ലേ? അപ്പോൾ 98 പ്ലസ് എൻ്റെ കയ്യിലുള്ള 1,000. അയ്യോ, 98 98,000 വന്നു. ആയില്ലേ? മൈനസ് എൻ്റെ കയ്യിൽ 1,000 രൂപ ഉണ്ടായിരുന്നില്ലേ? അല്ല, പ്ലസ് 1,000. അപ്പോൾ കണക്ക് നോക്കുമ്പോൾ 99,000 രൂപയാണ്. അപ്പോൾ ബാക്കി 1,000 അവിടെ പോയി. നിങ്ങൾക്കറിയാം 1,000 എവിടെ പോയി? എന്നാലും ഇതൊരു കണക്കാണ്. എന്നാലും ആർക്കെങ്കിലും മനസ്സിലാവും. ശാസ്ത്രത്തിൻ്റെ ഓരോ കളികൾ ഇതെങ്ങനെ എന്നാലും നമുക്കിത് നോക്കാം. പറ്റുന്നില്ല. ഇപ്പോൾ ഇനി അങ്ങനെയായിരുന്നു. ഇക്കോണമി നോക്കുമ്പോൾ ഒരു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത്. ഇങ്ങോട്ട് ഇപ്പോൾ 12 മാസം, അതായത് ഇപ്പോൾ 500 കോയിനോളം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഇതൊരിപ്പോൾ പണി കിട്ടിയിരിക്കണത് എനിക്കാണോ ചോദിച്ചാൽ എനിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ കാണിച്ചു തരാം. ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിക്കണവർക്കുള്ളതാണ്. എന്താണ് പേഴ്സണൽ ഇൻഫോർമേഷൻ കിട്ടും, കാണാൻ പറ്റും. അപ്പോൾ അവിടെ കാണാൻ പറ്റും, കണ്ടോ? റീജിയൻ ബ്രസീൽ കൊടുത്തു.
അറിയാതെ ബ്രസീൽ കൊടുത്തു. എന്തിനെങ്കിലും എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നു ഞാൻ ചെന്നാൽ പോരെ. എന്തിനാ കൊടുത്തു എനിക്കൊന്നും തോന്നുന്നില്ല. ഇവന് വല്ല കുഴപ്പമുണ്ടാവും. ഈ ഒരു കുഴപ്പം എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പം തോന്നിയിട്ട് എന്താ കാര്യം അല്ലേ? ഒന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞു. എന്നിട്ട് പോകുമ്പോൾ ഒന്നും ചെയ്യണം. ഫസ്റ്റോട്ട് പറഞ്ഞേരം ഫുട്ബോൾ കാണും. ഇപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ബാക്ക് അടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഫോളോ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് വരാം. ബൈ ബൈ.